നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 അതായത് നാഷണൽ ഡെന്റിസ്റ്റ് ഡേ ആണിന്ന്. പല്ലുവേദനയ്ക്കും ദന്തക്ഷയത്തിനും പരിഹാരം എന്താണ്? റൂട്ട് കനാൽ ചികിത്സ എങ്ങനെ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പേരി കോളേജ് ഓഫ് മെഡിക്കൽ ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ആതിര. ഡോക്ടർ, ഈ ദന്താരോഗ്യവും അല്ലെങ്കിൽ അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതും പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതെന്തെല്ലാമാണ് പ്രധാനമായും ഈ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആതിര, അതിനു മുമ്പ് ഇന്ന് മാർച്ച് 6 നാഷണൽ ഡെന്റിസ്റ്റ് ഡേ ആണ്. അതിനുവേണ്ടി എൻ്റെ എല്ലാ ഫെലോ ഡെന്റിസ്റ്റുമാർക്കും എൻ്റെ എല്ലാ ഡെന്റിസ്റ്റ് ഡേയുടെ ആശംസകൾ ഞാൻ നേരുന്നു. ഞാൻ തുടങ്ങുക. ദന്തക്ഷയം അഥവാ കേട്, പല്ലുകൾക്കുണ്ടാവുന്ന കേട് നമുക്ക് എങ്ങനെ പരിഹാരമാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ആക്ച്വലി പല്ലുകൾക്ക് 3 ലെയറുകളാണ് ഉള്ളത്: ഇനാമൽ, ഡെന്റീൻ, പിന്നെ അതിന്റെ ജീവാംശമായ പൾപ്പ്. ഇനാമൽ പൊതുവെ ഒരു നിർജീവമായ ഒരു ലെയറാണ്. പക്ഷെ ഡെന്റീൻ നല്ലവണ്ണം ബ്ലഡ് ഫ്ലോയും നല്ല ജീവനുള്ള ഒരു ലെയറാണ്. അതിന്റെ ഏറ്റവും വലിയ ജീവാംശമായ പൾപ്പാണ് 3ാമത്തെ ലെയർ. എപ്പോഴേലും ഇനാമലിൽ കേടോ അഥവാ പൊട്ടലോ ബാധിച്ചാൽ ചെറിയൊരു പുളിപ്പ് മാത്രമേ നമുക്ക് അനുഭവപ്പെടാറുള്ളൂ. പക്ഷേ ഡെന്റീനിലാവട്ടെ കേടോ പുളിപ്പോ അനുഭവപ്പെട്ടാൽ, കേടോ അല്ലെ പൊട്ടലോ അനുഭവപ്പെട്ടാൽ നമുക്ക് നല്ല പുളിപ്പും, ചിലപ്പോൾ ആ പുളിപ്പ് ഭയങ്കര ദിവസങ്ങളിലേക്ക് ആ പുളിപ്പ് നീണ്ടു നിൽക്കും. പക്ഷെ പൾപ്പിലോട്ട് കേടോ പൊട്ടലോ സംഭവിച്ചാൽ നമുക്ക് വേദനയാണ് അനുഭവപ്പെടുന്നത്. ഈ റൂട്ട് കനാൽ എപ്പോൾ ചെയ്യാം എന്നത് ചോദ്യത്തിന് ഏറ്റവും വലിയ ഉത്തരമാണ് ഈ കേടോ പൊട്ടലോ എപ്പോൾ പൾപ്പ് എന്ന ലെയറിൽ എത്തുന്നോ നമുക്ക് റൂട്ട് കനാൽ ചികിത്സയാണ് ഏറ്റവും നല്ലത്. വേറെ കുറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിലും റൂട്ട് കനാൽ ചികിത്സയാണ് ഏറ്റവും ഇതുവരെ കൺവെൻഷനൽ ആയിട്ട് കണ്ടുപിടിച്ചാൽ ഏറ്റവും നമുക്ക് തോന്നിയതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ ചികിത്സ തന്നെയാണ്. നമുക്ക് ഡെന്റീനിലാണ് കേടും പൊട്ടലും ഉണ്ടായെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് പല്ല് അടയ്ക്കുന്നത് വഴി, റെസ്പിറേറ്ററി ട്രീറ്റ്മെന്റ് വഴി നമുക്ക് അത് പരിഹരിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ എപ്പോൾ ഇത് പൾപ്പിലെത്തുന്നോ നമുക്ക് റൂട്ട് കനാൽ ചികിത്സയിലേക്ക് പോകേണ്ടി വരും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പല്ലുവേദനയ്ക്കും ദന്തക്ഷയത്തിനും ഒക്കെയുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്? നേരത്തെ ഈ ചികിത്സ എടുത്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും എന്തെല്ലാമാണ്? ഇന്ന് നാഷണൽ ഡെന്റിസ്റ്റ് ഡേയുടെ ഏറ്റവും വലിയ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒന്ന് ഓറൽ ഹെൽത്ത് ആണ്. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിങ്, നമ്മുടെ ഓറൽ ഹെൽത്ത്, അതുപോലെ തന്നെ എല്ലാ 6 മാസവും ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നതിനുള്ള അതെല്ലാം നമുക്ക് ഈ ഡെന്റൽ ട്രീറ്റ്മെന്റ് അല്ലെ ഈ കേടുകൾ അല്ലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എല്ലാം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പല്ലുകളുടെ വൃത്തി. പല്ലുകൾ ഫുഡ് കയറാതിരിക്കാൻ നോക്കുക. അത് സമയാസമയം ക്ലീൻ ചെയ്യാനുള്ള ഇത് നമ്മൾ ബ്രഷിംഗ് വഴി അല്ലെ ഫ്ലോസിംഗ് വഴി നമ്മളത് തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രോപ്പർ യൂസ് ഓഫ് മൗത്ത് വാഷ് ആൻഡ് ഫ്ലോസ്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യവും. ഈ ഡെന്റൽ ട്രീറ്റ്മെന്റിലെ റൂട്ട് കനാലിലോട്ട് ഒരു പേഷ്യന്റ് പോവാതിരിക്കാൻ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ ഉപായവും അതായിരിക്കും. നമ്മുടെ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇനിയും വരുന്ന എല്ലാ രോഗികളോടും ഞാൻ എൻ്റെ പേഷ്യന്റിനോടെല്ലാം പറയുന്നതല്ല, എല്ലാ ഒരു 6 മാസം ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് എടുക്കുക. ക്ലീൻ ചെയ്യാനാണെങ്കിൽ പോലും നമ്മൾ എല്ലാ ഒരു 6 മാസം തുടർച്ചയായി എല്ലാ 6 മാസവും ഡെന്റിസ്റ്റിനെ കാണുക. ചെറിയ കേടുകളുണ്ടെങ്കിൽ അത് അടിച്ച് പരിഹാരമാക്കി തീർക്കുക. നല്ലവണ്ണം ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് വളരെയധികം ലോങ് ടേമിലേക്ക് ഒരാളുടെ ഡെന്റൽ ഹെൽത്തിനെ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. ഡോക്ടർ, പലപ്പോഴും നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ 6 മാസത്തിൽ ഇടവേളകളിൽ നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കുക എന്നുള്ള ഏറെ പ്രധാനമാണെന്ന്. പലരും 1 വർഷവും 1.5 വർഷവും ഒക്കെയാണ് പലരും ഈ ബ്രഷുകൾ പോലും ഉപയോഗിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഈ 6 മാസത്തിനിടയ്ക്ക് വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വ്യക്തമാക്കും. അതുപോലെ തന്നെ ഇന്ന് ഡെന്റൽ ഡോക്ടർ ഡേ ആണ്. അതുകൊണ്ട് തന്നെ കൈരളിയുടെ ആശംസകളും കൂടി ഇതിനൊപ്പം അറിയിക്കുകയാണ്. തുടർന്നുള്ളൂ ഡോക്ടർ, ഇതിന്റെ ഈ 6 മാസം കൂടുമ്പോൾ പല്ല് വൃത്തിയാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം,
6 മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ നിങ്ങളുടെ പല്ല് മാത്രം വൃത്തിയാക്കിയാൽ പോലെ നിങ്ങളുടെ ബ്രഷും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലോസും എല്ലാം ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടെയുണ്ട്. ഒരു ബ്രഷിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 6 മാസത്തിൽ കൂടെ നിൽക്കില്ല. അതിന്റെ ബ്രിസിൽസ് ഒക്കെ ഓടിയും അതിന്റെ ഉപയോഗശൂന്യമായി തീരും. അപ്പൊ എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ ബ്രഷും മാറ്റണം. അതുപോലെ തന്നെ എല്ലാ 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പരിഹാരം എന്താ, നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച്, ഇത് നമ്മുടെ ഉത്തരവാദിത്വമല്ല, ഇത് എല്ലാ പേഷ്യന്റെയും അവരുടെ ഉത്തരവാദിത്വം. നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ശുചിത്വത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം കൂടെയാണ് നമ്മുടെ ദന്തത്തിന്റെയും അതുപോലെ നമ്മുടെ വായുടെയും വൃത്തി. അത് എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് വിളിച്ചു ചോദിക്കാൻ ഇപ്പൊ പുതിയ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ ഇപ്പം കുറെ കൂട്ടുകാരായ ഡെന്റിസ്റ്റുമാർ കാണും. പക്ഷെ എന്താ ഡൗട്ട് ക്ലിയർ അങ്ങനെ ചോദിച്ച് ക്ലിയർ ചെയ്താൽ മാത്രം കൂടാതെ നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് പോകുന്നതാണ് ഏറ്റവും വലിയ ഈ ഡെന്റിസ്റ്റ് ഡേക്ക് എനിക്ക് ജനങ്ങളിലോട്ട് പ്രേക്ഷകരിലോട്ട് പറയാൻ ഏറ്റവും വലിയൊരു മെസ്സേജ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. CN നായരാണ്. CN നായർ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. ആ കോള് കട്ടായിരിക്കുകയാണ്. ഡോക്ടർ, അതുപോലെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഈ പല്ല് വൃത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. ഈ പല്ലുവേദനയ്ക്കും ദന്തക്ഷയത്തിനും ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതൊരു പ്രധാന കാര്യമല്ലേ? പല്ലുവേദനയ്ക്ക് ഏറ്റവും വലിയ ചികിത്സ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, അതായത് പല്ലിന്റെ വേരിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? പലർക്കും ഒരു അബദ്ധ ധാരണകൾ എപ്പോഴും ഉണ്ടാവും. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്താണ്? അത് ഞരമ്പെടുത്ത് കളയുന്നത് മാത്രമാണോ, അതോ പല്ലിന്റെ വേര് കട്ട് ചെയ്ത് കളയുന്നതാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലിന് 3 ലെയർ ഉണ്ട്. അതിൽ ഏറ്റവും ജീവാംശമായ പൾപ്പ്, ഈ പൾപ്പ് പല്ലിന്റെ സെൻട്രലിൽ നിന്ന് അതിന്റെ വേരിലേക്ക് ഇറങ്ങി വീണം. ആ പൾപ്പ് പോകുന്ന പാത്തെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ആ ഇൻഫെക്റ്റഡ് ആയ പൾപ്പിനെ എടുത്തു മാറ്റി നമ്മൾ ആ പൾപ്പ് പോകുന്ന ആ വഴി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ശരീരത്തിന് ഒരു ഇൻഫെക്ഷൻ അല്ലെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു വസ്തു കൊണ്ട് അടച്ച് സീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പൊതുവെ പല അബദ്ധധാരണകളും പല പേഷ്യന്റ് ആണെങ്കിലും ചോദിക്കാറുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ വേറൊന്നും ചെയ്യും. പക്ഷെ മരവിപ്പിക്കും. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പേഷ്യന്റിനെ നമ്മൾ മരവിപ്പിച്ചേ ചെയ്യാറുള്ളൂ. പല്ല് നല്ല ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മളത് വൃത്തിയായി നമ്മൾ ആ കനാലെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ഗട്ടാപ്പറച്ച എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ, അത് ശരീരത്തിന് ഒരു ഹാംഫുൾ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് നമ്മൾ അടച്ച് അത് നല്ലവണ്ണം സീൽ ചെയ്ത് തിരിച്ച് ആ പല്ല് സംരക്ഷിച്ചെടുക്കുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പറയുന്നത്. പിന്നെ വേറൊരു ചോദ്യം എപ്പോഴും എന്നോട് ചോദിക്കും കൂടി ചേരുന്നുണ്ട്. തൃക്കുന്നപ്പുഴയിൽ നിന്നും അഖിലാണ്. അഖിൽ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഞാൻ സാർ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സാർ, ഞാനൊരു ആക്സിഡന്റ് പറയേണ്ട 2 പല്ല് ഒടിഞ്ഞു പോയായിരുന്നു മേളത്തെ. അപ്പൊ അത് ചെയ്ത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല, വണ്ടാനം മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് ചെയ്തത്, ഡെന്റൽ ഹോസ്പിറ്റലിൽ. അപ്പം അഖിലിന് അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണോ അറിയേണ്ടത്? എന്ത് ചെയ്യണമെന്നാണോ, അതോ അത് റൂട്ട് കനാൽ ചെയ്യണമെന്നാണോ? പല്ല് അവർ വെച്ച് തന്നു. അല്ല ഡോക്ടർ, പറയുന്നത് കേൾക്കാം. ഒരു കാര്യം ചോദിക്കാൻ കറക്റ്റ് ഒന്നും അറിയാൻ വേണ്ടി. ഞാനിപ്പോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ അപ്പൊ അവര് പറഞ്ഞു ഇത്ര മാസത്തിനുള്ളിൽ റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു. ആർത്തെ റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമത് 2 പല്ല് പോയി, മേളത്തെ 2 പല്ല് പോയായിരുന്നു, ഒടിഞ്ഞു പോയി. അപ്പൊ അവര് പകരം പല്ല് 2 വെച്ച് തന്നു. രണ്ടാമത് വെച്ച് തരാന്ന് പറഞ്ഞു. ഒരു ആ പല്ല് ഒടിഞ്ഞത് എന്തുമാത്രം ആഴത്തിലാന്ന് എന്നിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വരുന്നത്. പല്ല് ഓൾമോസ്റ്റ് അതിന്റെ ക്രൗൺ പോർഷൻ അല്ല, അതിന്റെ പുറത്ത് കാണുന്ന അത്രയും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പല്ല് റൂട്ട് കനാൽ ചെയ്ത് അതിൽ പോസ്റ്റ് എന്ന് പറഞ്ഞ 2 തരം പോസ്റ്റ് ഉണ്ട്. ഫൈബർ പോസ്റ്റും അതുപോലെ മെറ്റൽ പോസ്റ്റും. പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അതിനകത്തിട്ട് ബിൽഡ് ചെയ്തെടുത്ത് അതിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും പല്ലും കൂടെ റൂട്ട് കനാൽ ചെയ്ത് നമുക്ക് ഒരു ബ്രിഡ്ജ് ചെയ്ത് നിലനിർത്താവുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പം ആ ഒടിഞ്ഞത് ആ പൊട്ടല് വളരെ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ പല്ല് രക്ഷിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെ രക്ഷിച്ചെടുത്താലും അതിന്റെ കാലാവധി എത്ര നാൾ അത് നിൽക്കും എന്നുള്ള ഒരു കാലാവധി കണക്കിലെടുക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും നല്ലത് അത് എടുത്തു കളയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുമായിരിക്കും. ഞാൻ അത് കാണുമ്പോൾ നമുക്കൊരു എക്സ്റേ എടുക്കുക, ആ പല്ലിന്റെ ഒരു
ഫുൾ OPG, ഓറൽ പാതോഗ്രാം എന്ന് പറഞ്ഞൊരു എക്സ്റേ ഫുൾ പല്ലിന്റെ ഒരു എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും അതെങ്ങനെ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. യൂഷ്വലി വലിയ പൊട്ടലില്ലെങ്കിൽ പല്ലിന്റെ കാണുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ആണ് പൊട്ടി പോയതെങ്കിൽ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് പോസ്റ്റ് ചെയ്ത് പിന്നെ അതൊരു ബ്രിഡ്ജ് ചെയ്ത് ഒരു ക്യാപ്പ് ഇട്ട് നമുക്കത് നിലനിർത്തി എടുക്കാവുന്നതാണെങ്കിൽ. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പല്ലുവേദനയ്ക്കും ദന്തക്ഷയത്തിനുമുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചായിരുന്നു. അതായത് റൂട്ട് കനാലിന്റെ കാര്യം പറഞ്ഞായിരുന്നു തുടങ്ങിയിരുന്നത്. തുടർന്നോളൂ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ലെയറിലാണ് നമ്മുടെ കേടോ പൊട്ടലോ വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് പല്ല് അടച്ച് സംരക്ഷിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ദന്തക്ഷയം അല്ലെങ്കിൽ കേട് പിന്നെ പല്ലുകൾക്ക് വരുമ്പോൾ ഭയങ്കര സിവിയർ പൾപ്പിലും പിന്നെയും വേരിന്റെ ചുവട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കത് മോണ തുറന്ന് പല്ലിന്റെ വേര് കട്ട് ചെയ്ത് ആ ഇൻഫെക്റ്റഡ് ആയ വേരിന്റെ താഴ്വശം കട്ട് ചെയ്ത് മാറ്റി അതിനെ അപ്പിസെക്ടമി എന്ന് പറയും നമ്മൾ. പല്ല് മോണ തുറന്ന് അത് ഫുള്ള് എല്ലയിലായിരിക്കും, അതായത് മരവിപ്പിച്ചിട്ടായിരിക്കും. കേട് അതുപോലെ പല്ലിന്റെ വേരിന്റെ ചോട്ടിൽ അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി പസ് അല്ലെ സിസ്റ്റ് സൈനസ് പോലെ വന്നാൽ നമ്മൾ ആ മോണ തുറന്ന് ആ പല്ലിന്റെ വേരിന്റെ അറ്റം നമ്മൾ കട്ട് ചെയ്ത് അവിടെ ഫുൾ ക്ലീൻ ചെയ്ത് നമ്മൾ മോണ തിരിച്ച് അടയ്ക്കുന്ന പ്രൊസീജിയറിനെ അപ്പിസെക്ടമി എന്നും പറയും. ഇതാണ് ഏറ്റവും ഫൈനൽ ലെയർ. പിന്നെ തീരെ രക്ഷിച്ചെടുക്കാൻ പറ്റാത്ത പല്ലിനെ നമ്മൾ എടുത്തു കളയുകയും ചെയ്യും. ഡോക്ടർ, അതുപോലെ തന്നെ എപ്പോഴാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്ക് ഒരാൾ കടക്കേണ്ടത്? ആർക്കൊക്കെയാണ് ഈ ഒരു റൂട്ട് കനാൽ വേണ്ടി വരുന്നത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പല്ലിന്റെ ഉണ്ടാവുന്ന കേടുകൾ എപ്പോൾ ഈ പൾപ്പിനെ, അതിന്റെ ജീവാംശമായ പൾപ്പിനെ അഫക്റ്റ് ചെയ്യുന്നു, പേഷ്യന്റിന് ഭയങ്കരധികം വേദന അനുഭവപ്പെടും. നമ്മളത് പെയിൻ കില്ലർ ഒക്കെ കഴിച്ച് നമ്മൾ കുറെ നാളും കൂടെ തള്ളി നീക്കിയാൽ അത് വീണ്ടും ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുക്കൾ വീണ്ടും വേരിന്റെ വഴിയിലൂടെ വേരിന്റെ അടിയിൽ വേരിന്റെ ചോട്ടിലോട്ട് വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കി അവിടെ പസ് ഉണ്ടാക്കി ചിലപ്പോൾ സിസ്റ്റ് ഒക്കെ ഉണ്ടായെന്ന് വരും. അപ്പം നിങ്ങൾക്ക് പല്ല് വേദന വരുന്നു, നിങ്ങളൊരു പെയിൻ കില്ലർ ഒന്നും എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാതെ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും നേരത്തെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് പേഷ്യന്റെ സൈഡിൽ നിന്ന് വരേണ്ട അവരുടെ പല്ലാണ്. നമ്മുടെ ശരീരത്തിൽ ഏതൊരു അവയവം പോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ഒരു പല്ല് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പേഷ്യന്റ്, അതായത് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പൊ പേഷ്യന്റ് വരുന്ന പോലെ ഇരിക്കുമ്പോൾ ഇപ്പം റൂട്ട് കനാൽ ആർക്കൊക്കെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണമെന്ന് ചോദിച്ചാൽ പ്രോപ്പർ പല്ല് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെ പ്രോപ്പർ ഒരു ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധാരണ ഒരാൾക്കാർക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലോട്ടൊന്നും ഒരിക്കലും പോകത്തില്ല. അല്ലെങ്കിൽ ഒരു പൊട്ടലോ വീഴ്ചയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിൽ പോകും. നമ്മുടെ പല്ല് നമ്മൾ തന്നെ കേട് വന്ന് സൂക്ഷിക്കാതെയും കേട് വന്ന ഡെന്റിസ്റ്റിനെ കാണിക്കാതെയും കൊണ്ട് നടന്ന് പെയിൻ കില്ലറും കഴിച്ച് വേദനയും സഹിച്ച് ഒരു ദിവസം നമുക്ക് അസഹനീയമായ ഒരു വേദന നമുക്ക് അനുഭവപ്പെടുമ്പോഴായിരിക്കും പലരും ഡെന്റൽ ക്ലിനിക്കിലോട്ട് വരുന്നത്. അവർക്കൊക്കെ എന്തായാലും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഡോക്ടർ, ഈ പല്ലിന്റെ ഘടന പലർക്കും പല രീതിയിലാണല്ലോ. അപ്പം എല്ലാ പല്ലിനും ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അനുയോജ്യമാകുമോ? പല്ലുകൾക്ക് യൂഷ്വലി രണ്ട് സെൻസേഷനേ ഉള്ളൂ അതിന്. ഒന്ന് പുളിപ്പ് സെൻസിറ്റിവിറ്റിയും, രണ്ടാമത്തെ വേദനയും. ഏത് ചൂടിനോടോ തണുപ്പിനോടോ ഇടിയോടോ തട്ടലോടോ പൊട്ടലോടോ പല്ലുകൾക്ക് ഈ രണ്ട് സെൻസേഷൻ മാത്രമേ നമുക്ക് അനുഭവപ്പെടുള്ളൂ. ഒന്നെങ്കിൽ പുളിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് കിട്ടും, നമുക്ക് പല്ല് അടച്ചത് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാവും. പക്ഷെ വേദന വന്നാൽ ഒരു പല്ലിന് വേദന വന്നാൽ ഒരു എക്സ്റേ എടുത്ത് എന്തുമാത്രം ഡീപ്പായിട്ടാണ് ആ കേട് വന്നതെന്ന് നോക്കി നമ്മളത് ഡിറ്റർമൈൻ ചെയ്ത് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കി ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്ക് പോണ്ടി വരണം. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് റൂട്ട് കനാലിനെ കുറിച്ചായിരുന്നു. ഈ റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് കനാല് പല പേഷ്യന്റിനും ആശങ്ക ഉണ്ടാവും, ഇത് വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയറാണോ, നമ്മൾ മരവിപ്പിച്ചിട്ട് തന്നെ ഈ റൂട്ട് കനാൽ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നല്ല ഇൻഫെക്റ്റഡ് കേസുകളിലാണെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ ഒരു 3 ദിവസം അല്ലെ ഒരു 5 ദിവസം മുമ്പ് ആന്റിബയോട്ടിക്കും ഒരു പെയിൻ കില്ലറും കൊടുക്കും. ചെറിയൊരു ശമനം ഇൻഫെക്ഷന് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ആന്റിബയോട്ടിക്കും പെയിൻ കില്ലറും ഒരു 5 ദിവസം മുമ്പേ തന്നെ കൊടുക്കും. ഇപ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത് റൂട്ട് കനാലിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിന്റെ വേരിനകത്ത്
പസ് വന്ന് നിറഞ്ഞ് അതൊരു പഴുപ്പ് വന്ന് നിറഞ്ഞ് നല്ല പ്രഷറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പേഷ്യന്റിനെ ഒരു പെയിൻ റിലീഫ് കിട്ടാൻ അതങ്ങ് ഓപ്പൺ ആവും, ആ പൾപ്പ് അങ്ങ് എക്സ്പോസ് ചെയ്യും. അപ്പം ഈ പഴുപ്പ് അതിനകത്തു നിന്ന് അങ്ങ് പുറത്തോട്ട് വരും. അതോടെ അതിനകത്ത് പേഷ്യന്റ് അനുഭവപ്പെടുന്ന ആ പ്രഷർ അങ്ങ് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്ത് രണ്ടാമത്തെ സിറ്റിങ്ങിൽ റൂട്ട് കനാൽ തീർക്കും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പം സിംഗിൾ സിറ്റിംഗ് ആയിട്ട് റൂട്ട് കനാൽ ചെയ്യുന്നുണ്ട്. ഇത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ പഴുപ്പൊന്നും ഇല്ലാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പല്ലിന്റെ കനാല് ക്ലീൻ ചെയ്ത് നമുക്ക് സീൽ ചെയ്ത് ഒരു സിറ്റിങ്ങിൽ തന്നെ റൂട്ട് കനാൽ നമുക്ക് തീർക്കാം. ചില സിറ്റിംഗ് അതുപോലെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പഴുപ്പ് അതുപോലെ ഭയങ്കര ഇൻഫെക്ഷൻ ഉള്ള കേസുകൾ മാത്രമേ, നല്ല ബ്ലീഡിംഗ് ഉള്ള കേസുകളൊക്കെ മാത്രമേ നമ്മൾ 2 അല്ലെങ്കിൽ 3 സിറ്റിംഗ് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് തീർക്കാറുള്ളൂ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഗുരുവായൂരിൽ നിന്നും ഷംസു ആണ്. ഷംസു, ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോ. നമസ്കാരം ഡോക്ടർ. എനിക്ക് എന്റെ അണക്കര പല്ല് 4 പല്ലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും തണുപ്പതോ ചൂടുള്ളതോ എന്തെങ്കിലും കഴിക്കുമ്പോ ഭയങ്കര പുളിപ്പ് തോന്നുന്നല്ലേ? അനുഭവപ്പെടുക, പുളിപ്പ് അനുഭവപ്പെടുക. പെയിനൊന്നുമില്ല, കാര്യമായിട്ട് പെയിനൊന്നുമില്ല. ഹലോ, അത് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമോ ഇല്ലയോ? ഷംസു, അതെന്ന് വെച്ചാൽ ഈ പുളിപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല്ല് കേട് അല്ലെ ഒരു പൊട്ടൽ ഉണ്ടായതിന്റെ ഒരു ലക്ഷണമാണ് ഈ പുളിപ്പ്. പക്ഷെ എന്തുമാത്രം കേട് അല്ലെ പൊട്ടൽ ഉണ്ടായെന്നുള്ളത് പോലെ ഇരിക്കും. നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട് എവിടം വരെ ഡെപ്തിൽ പോകുന്നുണ്ട്, എവിടം വരെ പൊട്ടലാണെങ്കിൽ എവിടം വരെ പോകുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു എക്സ്റേ എടുത്ത് നമ്മളത് നോക്കി ചിലപ്പം അത് രക്ഷിച്ചെടുക്കാം. അടച്ച് നമുക്ക് റെസ്പിറേറ്ററി തെറാപ്പി കൊണ്ട് അടച്ച് രക്ഷിച്ചെടുക്കാവുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പല്ല് അടച്ചാൽ മാത്രം മതിയാവും. പക്ഷെ അത് നല്ല ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അടച്ചാലും നിൽക്കില്ല. ചിലപ്പോൾ ആ പുളിപ്പ് അല്ല അത് പിന്നെ വേദനയായിട്ട് മാറും. അടച്ചാലും ചിലപ്പോൾ അത് വേദനയായിട്ട് പല്ലിന്റെ പൾപ്പിലൊക്കെ ആ കേട് എത്തിച്ചേർന്നാൽ നമ്മൾ അടച്ചാലും വേദനയായിട്ട് മാറും. അപ്പം നമ്മൾ നേരെ ഡയറക്റ്റ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്കാണ് പോകുന്നത്. നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കണം ഇത് എന്തുമാത്രം ആഴത്തിലാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ളത്. നമുക്കത് തന്നെ പറയാൻ പറ്റില്ല. നമുക്കൊരു പേഷ്യന്റ് അത് തന്നെ അടച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു എക്സ്റേ എടുത്തൊരു ഡെന്റിസ്റ്റ് നോക്കിയാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പറയാൻ പറ്റും. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ട്രീറ്റ്മെന്റ് എത്രത്തോളം ഫലപ്രദമായിരിക്കും? റൂട്ട് കനാൽ പല്ലിന്റെ ദന്തക്ഷയം അല്ലെ കേട് വേരിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഏക ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ളത് റൂട്ട് കനാലാണ്, അല്ലെ പല്ല് എടുത്തു കളയുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ അവയവം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പല്ലുകൾ. അതുപോലെ എടുത്തു കളയുന്നത് ആരും റെക്കമെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ പിന്നെ ഏക ഓപ്ഷൻ. പിന്നെ അത് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുപോലെ പല്ല് നിലനിർത്തി പോവുകയും നമുക്ക് ഒരു പല്ല് പോയാൽ അതിന്റെ ദൂഷ്യവശങ്ങൾ കുറയാണ്. മോണ ഇറങ്ങും, അല്ലെ അപ്പുറത്തെ പല്ല് ഇപ്പുറത്തെ പല്ല് ആ സ്പേസിലോട്ട് ചരിയും, കവിൾ ആ സൈഡിലോട്ട്, കവിൾ ഒട്ടും ആ സൈഡിൽ. അതുകൊണ്ട് ഒരു പല്ല് നിലനിർത്തുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റ് എടുത്തവർ പ്രത്യേകമായി എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഈ പല്ലിൽ ക്യാപ്പ് ഇടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരാറുണ്ടോ? റൂട്ട് കനാൽ ചെയ്യുന്നതിൽ കൂടെ പല്ല് ഡെഡ് ആവുകയാണ്, അതിന്റെ ജീവൻ പോവുകയാണ്. കാരണം ഈ പൾപ്പാണ് പൾപ്പിന്റെ ജീവൻ നൽകുന്നത്. ഈ പൾപ്പ് ഇൻഫെക്റ്റഡ് ആയ പൾപ്പ് എടുത്ത് കളഞ്ഞ് പൾപ്പ് പോകുന്ന കനാലിലെല്ലാം നമ്മൾ മരുന്ന് വെച്ച് അടച്ച് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതോടെ പല്ലിന്റെ ജീവൻ അങ്ങ് നഷ്ടപ്പെടുകയാണ്. പല്ലിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഒരു സാധനം അവിടെ വെച്ച് കടിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്തുമാത്രം ഫോഴ്സിലാണ് നമ്മളത് കടിച്ചെന്നോ, എന്തുമാത്രം ചൂടുള്ള സാധനമാണ് നമ്മൾ കുടിച്ചെന്നോ, എന്തുമാത്രം തണുപ്പുള്ള ഒരു സാധനമാണ് നമ്മൾ ആ പല്ലിന്റെ അവിടെ തൊട്ടെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം പല്ല് ഡെഡായി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് ഡെന്റിസ്റ്റ്മാരും റെക്കമെൻഡ് ചെയ്യുന്നത് റൂട്ട് കനാൽ ചെയ്ത ക്യാപ്പ് ഇടുക വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ പല്ല് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ റൂട്ട് കനാൽ ചെയ്താൽ പിന്നെ കേട് വരത്തില്ല എന്നുള്ളൊരു അബദ്ധ ധാരണയാണ്. കാരണം കേടും പല്ലിന്റെ ജീവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ കേട് വന്നാൽ നമ്മൾ അറിയത്തില്ല എന്നതാണ് അതിന്റെ വാസ്തുത. നമ്മൾ കേട് വന്നാലും ആ പല്ലിന് വേദന അനുഭവപ്പെടത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആ പല്ലിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കവചം എന്ന പോലെ ഒരു ക്യാപ്പ് ധരിക്കുന്നത് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ റൂട്ട് കനാലിന് ശേഷം പല്ലുവേദന വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ചിലർക്ക് ഈ വീണ്ടും വേദന വരുന്നത് എന്തുകൊണ്ടാണ്? അത് യൂഷ്വലി കുറെ പേഷ്യന്റ് ചോദിക്കുന്നതാണ്. റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പുളിപ്പ് അനുഭവപ്പെടുന്നു, റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കടിക്കുമ്പോൾ വേദന വരുന്നു, എന്തുകൊണ്ടാന്നൊക്കെ കുറെ പേഷ്യന്റും ചോദിക്കാറുള്ള കാര്യമാണ്. റൂട്ട് കനാൽ ഞാൻ പറഞ്ഞല്ലോ, ആ പൾപ്പ് ആക്ച്വലി
അതിന്റെ പാത്വേയിൽ കൂടെ മാത്രമല്ല പോകുന്നത്, അതിന് ആക്സസറി കനാൽസും ലാറ്ററൽ കനാൽസും ഒക്കെ ഇഷ്ടം പോലെ കാണും. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ആ പൾപ്പ് മുഴുവൻ ഇല്ലെങ്കിൽ ആ പല്ലിന് പുളിപ്പോ വേദനയോ അനുഭവപ്പെടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാവും. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, ആ പല്ലിന് റൂട്ട് കനാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് മാറിയില്ല. കാരണം അതിന് ലാറ്ററൽ കനാൽ കുറെ ലാറ്ററൽ കനാൽസ് ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ആ വേദന പുളിപ്പോ വീണ്ടും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ നമ്മൾ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടതാണ്. യൂഷ്വലി നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റൂട്ട് കനാൽ ചെയ്ത പല്ലിന് പിന്നെ അത് ഡെഡ് ആവും. അതിന് പിന്നെ വേദനയോ പുളിപ്പോ അനുഭവപ്പെടാൻ സാധ്യതയില്ല. ഇങ്ങനെ വരുന്ന പല്ലുകൾക്ക് ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ശരി ഡോക്ടർ, ഇന്നത്തെ ഹലോ ഡോക്ടറിന് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. പല്ലുവേദനയ്ക്കും ദന്തക്ഷയത്തിനും പരിഹാരം എന്തെന്നും റൂട്ട് കനാൽ ചികിത്സ എങ്ങനെയെല്ലാമാണെന്നും ഒക്കെയാണ് ഇന്ന് ഡോക്ടർ നമുക്ക് വിശദീകരിച്ചു തന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചതും നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാമാണ്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.